Welcome to the world of statistics. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റ് എക്സാമിന്റെ 2025 ജാനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഒരു നല്ല രീതിക്കുള്ള ഒരു സൊല്യൂഷനിലായിട്ട് എത്താൻ പറ്റിയിട്ടില്ല എനിക്ക്. അതുകൊണ്ടാണ് നമ്മളത് ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ്. ആൻഡ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ വീഡിയോസ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ആയിട്ടുള്ള എക്സാംസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണ്. ഓക്കെ, എസ്പെഷ്യലി സെറ്റ് എക്സാം, UGC നെറ്റ് എക്സാം, ഓക്കെ, ആൻഡ് റിസർച്ച് അസിസ്റ്റന്റ്, MSc ലെവൽ എക്സാംസ് എല്ലാം. അപ്പൊ കൂടുതൽ പറയുന്നില്ല, മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. Let x and y be two independent Poisson random variables with mean 2 and 3 respectively. Then variance of x given x plus y equal to 10 is. This is very simple question. ഇത് എപ്പോഴാണ് സിമ്പിൾ ആയിട്ട് മാറുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ this question is very simple. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. എന്താ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ദാറ്റ് മീൻസ് എക്സും വൈയും രണ്ട് പോയിസോൺ റാൻഡം വേരിയബിൾസ് ആണ്. അതായത് എക്സ് ഫോളോസ് പോയിസോൺ 2 ആൻഡ് വൈ ഫോളോസ് പോയിസോൺ 3. അങ്ങനാണെങ്കിൽ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു യു എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഈ വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരൊറ്റ സെക്കൻഡ് മതി. അപ്പോ ഒരു റിസൾട്ട് ആണിത്. ഇത് നമ്മുടെ പ്ലേലിസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിക്കുന്ന വീഡിയോയിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. This is the conditional distribution of x given x plus y. x given x plus y conditional distribution. x ഉം y ഉം രണ്ട് പോയിസോൺ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. സോ ഈ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചുള്ള x ഉം y ഉം പോയിസോൺ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ x given x plus y എപ്പോഴും ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ സാമ്പിൾ സൈസ് u, p യുടെ വാല്യൂ എന്താ? ലാംഡ ബൈ ലാംഡ പ്ലസ്. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇവിടെ നമ്മുടെ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 10, 2 by 2 plus 3. That is 2 by 5. Simple. ഇനിയിപ്പോ വേരിയൻസ് കണ്ടുപിടിക്കാൻ എന്താ പാട്? വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ. എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ്? n into p into q. This is very simple. So 10 into 2 by 5 into p 2 by 5 ആണെങ്കിൽ q is 3 by 5. So the answer is 12 by 5. So option C. കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ റിസൾട്ട് അറിഞ്ഞാൽ മതി. ഇത് ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ടു ഈസി. അതായത് എല്ലാവരും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പോകുമ്പോൾ ചില ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്ററും അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. അതേപോലെ പോയിസോണിന്റെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം, എസ്പെഷ്യലി യൂണിഫോം 0 തീറ്റ അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ UGC നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ റിസൾട്ടുകൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. Which of the following estimators is not a consistent estimator for theta based on a random sample of size n taken from uniform 0 theta? നമ്മുടെ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് യൂണിഫോം 0 തീറ്റ ആണ്. 0 തീറ്റ. അപ്പൊ നമുക്കറിയാം യൂണിഫോം 0 തീറ്റ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന കാര്യമാണ് xn. അത് അൺബയാസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുമോ, അൺബയാസ്ഡ് ആയിരിക്കുമോ, കൺസിസ്റ്റന്റ് ആയിരിക്കുമോ, സഫിഷ്യന്റ് ആയിരിക്കുമോ, ഇങ്ങനെ കുറെ റിസൾട്ടുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. ശരിയല്ലേ?
അങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന വൺ ആൻഡ് ഇമ്പോർട്ടന്റ് റിസൾട്ട് ഇസ് ദാറ്റ് xn ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ശരിയല്ലേ? xn തീറ്റയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു റിസൾട്ടാണ്. അത് ചെയ്ത് കാണിക്കണോ ആർക്കെങ്കിലും? അങ്ങനെ എനിക്കിത് അറിയില്ല, ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല, എന്നെ ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് ആരെങ്കിലും കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ഒക്കെ നമുക്ക് പ്രത്യേകം വീഡിയോസ് ആയിട്ടൊക്കെ പ്രൂവ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പൊ ബേസിക് റിസൾട്ട്സ് മാത്രം പറയും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എപ്പോഴും ബേസിക് റിസൾട്ട്സിന്റെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ, അത് വേറെ കാര്യം. So here the result is that xn is always a consistent estimator of theta. പിന്നെ യൂണിഫോം സീറോ തീറ്റ ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു റിസൾട്ട് ആണ് x1 is a consistent estimator of 0. ബിക്കോസ് ഇങ്ങനെ ഓർത്താൽ മതി, ലോവർ ലിമിറ്റിനോട് അടുത്ത് നിൽക്കുന്നത് x1 ഉം, അതായത് മിനിമം ഓഫ് x1 x2 etc xn ഉം, അപ്പർ ലിമിറ്റ് ഏതായാലും അതിനോട് അടുത്ത് നിൽക്കുന്നത് xn ഉം ആയിരിക്കും, അതായത് മാക്സിമം ഓഫ് x1 x2 etc xn ഉം ആയിരിക്കും. അപ്പം ഇവിടെ ഈ x1 എപ്പോഴും ലോവർ ലിമിറ്റിന് കൺവേർജന്റും xn എപ്പോഴും അപ്പർ ലിമിറ്റിന് കൺവേർജന്റും ആയിരിക്കും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ്. ഇനിയിപ്പോ അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോളാം. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇസ് നോട്ട് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ. ഏതാണ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്നല്ല ചോദ്യം. ഇസ് നോട്ട് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ, അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പൊ ഓപ്ഷൻ എ ശരിക്കും ശരിയല്ലേ? xn കൺസിസ്റ്റന്റ് അല്ലേ? അപ്പൊ ആൻസർ ആയിട്ട് വരില്ല. ഇനി x1 plus xn വരുമോ? ഇല്ല. വൈ? കാരണം ചോദിച്ചിരിക്കുന്നത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണോ എന്നാണ്. നമുക്കറിയാം x1 കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് 0 ആണ്, xn കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ്. അപ്പോ x1 plus xn കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് 0 plus തീറ്റ ആണ്. സോ തീറ്റ ആണ്, അപ്പൊ ശരിയാണ്. അപ്പൊ അതും വരില്ല. ഇനി n plus 1 into xn വരുമോ? അതവിടെ നിൽക്കട്ടെ. 2x bar വരുമോ? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണോ? യെസ്, ഓഫ് കോഴ്സ് 2x bar കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. എന്തുകൊണ്ടാ? നമ്മള് ഒരു വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് x bar ഈസ് കൺവേർജന്റ് ഇൻ പ്രോബബിലിറ്റി to the population mean. എപ്പോഴും വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് എപ്പോഴും എക്സ് ബാർ സാമ്പിൾ മീൻ മ്യൂവിന്, അതായത് പോപ്പുലേഷൻ മീനിന് കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് ബാർ ഈസ് കൺവേർജന്റ് ടു ദ പോപ്പുലേഷൻ മീൻ. യൂണിഫോം സീറോ തീറ്റയുടെ മീൻ എന്താ? a+b/2. സോ θ/2. അതായത് 2x bar ഈസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. അപ്പം ഇതും നോട്ട് അല്ല, ശരിയാണ്. സോ ദ ആൻസർ ഇസ് സി. കൺസിസ്റ്റന്റ് അല്ലാത്തതായിട്ട് വരുന്നത് സി ആണ്. അതെന്തുകൊണ്ടാ? അതായത് നമുക്കറിയാം കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ലിമിറ്റ് n tends to infinity probability of mod x minus mu less than epsilon tends to 0 as n tends to infinity എന്നല്ലേ? ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ n+1 into xn എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് വരിക. കാരണം n+1, അപ്പൊ ഇൻഫിനിറ്റി +1 ഇൻഫിനിറ്റി. അപ്പൊ ഒരിക്കലും നമുക്ക് 0 കിട്ടില്ല, സോറി തീറ്റ കിട്ടില്ല. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ അല്ല. അപ്പോ ഇവിടുന്ന് മറ്റൊരു റിസൾട്ടും കൂടെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. യൂണിഫോം സീറോ തീറ്റ ആണെങ്കിൽ xn ഉം x1 plus xn ഉം 2x bar ഉം ഒക്കെ എന്താണ്? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഓപ്ഷൻസിൽ കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിലും. അത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അത് കമ്പൽസറി ആണ് കേട്ടോ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് ഞാൻ പറയാം. മീൻസ് അത് ശരിക്കും എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സൈസ് ഫോളോ ചെയ്യുന്നത് നോർമൽ μ1 ആണെങ്കിൽ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് a random sample of size n is taken from n μ1, which one of the following is an unbiased estimator of mu square എന്നാണ് ചോദ്യം അല്ലെ? mu സ്ക്വയറിന്റെ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ മ്യൂവിന്റെ അല്ലേ ചെയ്തിട്ടുള്ളത് എപ്പോഴും. അപ്പൊ mu സ്ക്വയറിന്റെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന മ്യൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മ്യൂ സ്ക്വയർ പ്ലസ് 1 ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് 1/n സമ്മേഷൻ xi സ്ക്വയർ എന്ന് പറയുന്നത് is equal to 1/n summation expectation of xi square, that is 1/n n into mu square plus 1. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്, വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ. is equal to mu square plus 1. അതായത് 1/n summation of xi square minus 1 ആണ് നമ്മൾ അൺബാലൻസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നിയിട്ടാണ്, ഇത് ഇവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമായിരിക്കും. അപ്പൊ എനിക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. നിങ്ങൾ നോക്കിക്കോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. So now fourth question. Let x be a single observation drawn from normal population n0 sigma square. Which one of the following is a sufficient estimator of sigma? അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നത് x1, x2, etc. x and b റാൻഡം സാമ്പിൾ, അതായത് n സൈസ് ഉള്ള സാമ്പിൾസ് ആണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ആക്ച്വലി ഇവിടെ സിംഗിൾ ഒബ്സർവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, അതായത് x ഫോളോസ് n0 സിഗ്മ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒരിക്കലും ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ സിംപ്ലി ഫംഗ്ഷൻ ഫോം എഴുതിയാൽ മതി. എന്താ? 1/σ√2π e raised to minus x square by 2 sigma square, because മ്യൂവിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ ആയിട്ട് വരുന്നത്. ഇവിടെ സിഗ്മ സ്ക്വയറിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എക്സ് സ്ക്വയർ ആണ്, ഒരു സംശയവും. അപ്പോ സിഗ്മയുടെ എക്സ് ആണെന്ന് നമുക്ക് പറയാലോ. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. അപ്പൊ എക്സ് സ്ക്വയറും ആണെന്ന് പറയാലോ, അതും ശരിയാണ്. ഇനി എക്സ് സ്ക്വയറിനെ നമുക്ക് മോഡ് എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ മോഡ് എക്സും ആണെന്ന് പറയാലോ. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. കണ്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയാ സഫിഷ്യൻസി നോക്കാം? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതും. ലൈക്ലിഹുഡ് ഫംഗ്ഷനെ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. ഫസ്റ്റ് ഫംഗ്ഷനിൽ പാരാമീറ്ററും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഫംഗ്ഷനിൽ എക്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാരാമീറ്റർ ആയിരിക്കും അല്ലെ? ലവ്മാൻ-ഷെഫേ തിയറം. അപ്പൊ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് ഒരു PDF മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻറ്റു 1 എന്ന് എടുത്താൽ മതി. അതായത് പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും ഉള്ള ഫംഗ്ഷൻ ആയിട്ട് ഇതും എച്ച് ഓഫ് എക്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാരാമീറ്റർ ആയിട്ടുള്ള ഫംഗ്ഷൻ 1 ആയിട്ട് എടുത്താൽ മതി. ഇത് 3 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എക്സ് എക്സ് സ്ക്വയറും കാണുമ്പോൾ തന്നെ ഉണ്ട്, പിന്നെ എക്സ് സ്ക്വയറും മോഡ് എക്സ് സ്ക്വയർ ഈക്വൽ ആയതുകൊണ്ട് മോഡ് എക്സും പറയാൻ പറ്റും. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Let x1, x2, etc. x3 be 3 independent observations on a random variable x which follows Poisson distribution with parameter theta. Then which of the following is a sufficient estimator of theta? ഇതിൽ ഏതാണ് തീറ്റയുടെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആയിട്ട് വരുന്നത്? സിമ്പിൾ അല്ലേ? ഇവിടെ 3 ഒബ്സർവേഷൻസ് ആണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? e raised to minus lambda lambda raised to x1 by x1 factorial, e raised to minus lambda lambda raised to x2 by x2 factorial, e raised to minus lambda lambda raised to x3 by x3 factorial. That is e raised to minus 3 lambda lambda raised to x1 plus x2 plus x3 by product of xi factorial. ശരിയല്ലേ? സിമ്പിൾ. ഒന്നുമില്ല, നമ്മൾ എപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കിയാൽ മതി. എസ്റ്റിമേഷന്റെ സഫിഷ്യൻസിയുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതില്. ജസ്റ്റ് ലവ്മാൻ-ഷെഫേ തിയറം ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതി നോക്കി അതിനെ ഒരു ഫംഗ്ഷണൽ ഫോമിൽ കൊണ്ടുവന്നു. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. x1 plus x2 plus x3 ഓപ്ഷൻ സി ആണ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. അതായത് ഇതിനെ എങ്ങനെ എഴുതാം? lambda raised to summation of xi x1 plus x2 plus x3 e raised to minus 3 lambda into 1 by product of xi factorial. ഇതിനെ L1 ആയിട്ടും ഇതിനെ L2 ആയിട്ടും എടുക്കുന്നു. സിമ്പിൾ. സോ ആൻസർ ഓപ്ഷൻ സി. Sixth question. Let x follows binomial 1p, p element of 1/4, 3/4. അതായത് p ക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. 1/4, 3/4, കോമയുടെ മറന്നുപോയതാണ്. The maximum likelihood estimator of p is the question. ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ?
നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതായത് ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ 1p ആണ്. പിക്ക് ആക്ച്വലി രണ്ട് വാല്യൂസ് ഉണ്ട്, 1/4 ആൻഡ് 3/4. ഇനി എങ്ങനെയാ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക? MLE എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ലൈക്ലിഹുഡ്, അതായത് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമത്തിൽ എത്തിക്കുന്ന പാരാമീറ്ററിന്റെ വാല്യൂ ആണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്, അല്ലെ? അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെരിഫൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കറക്റ്റ് MLE കിട്ടണം, ശരിയല്ലേ? എക്സ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ 1p ആണെങ്കിൽ f of x എന്തായിരിക്കും? p raised to x into 1 minus p the whole raised to 1 minus x, ശരിയല്ലേ? ഇനി ഇവിടെ നമ്മൾ സാമ്പിൾ സൈസ് n ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സിംഗിൾ വേരിയബിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ f of x ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന് ലൈക്കിലോട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാം വേണമെങ്കിൽ വിളിക്കാം. ഇനി നമ്മൾ എന്ത് വേണം? ഈ പിയുടെ ഓരോ വാല്യൂവിനും എക്സിന്റെ ഓരോ വാല്യൂവിനും, ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ബൈനോമിയൽ 1p ആവുമ്പോ ബെർണോളി ആണ്. ബെർണോളി ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ 1. ഓക്കെ, നമുക്ക് ആദ്യം x equal to 0 ചെയ്ത് നോക്കാം. x equal to 0 L of അല്ലെങ്കിൽ f of 1/4 എന്താ വരിക? 1/4 the whole raised to 0, 1 minus 1/4. So 3/4 the whole raised to 1 minus 0, 1. So the answer is 3/4. L of 3/4 എന്ത് വരും? ഇതുപോലെ ചെയ്യുമ്പോൾ 3/4 the whole raised to 0, 1/4 the whole raised to 1. So 1/4. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ വരുന്നത് പിക്ക് ഏത് വാല്യൂ എടുക്കുമ്പോഴാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. അപ്പൊ ആ എക്സിന്റെ രണ്ട് വാല്യൂനും ഈ പിയുടെ രണ്ട് വാല്യൂനും ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അടുത്ത x equal to 1 എടുത്തു. അപ്പൊ L of 1/4 എന്ത് വരും? 1/4 the whole raised to 1, 3/4 the whole raised to 0. So answer 1/4 തന്നെ വന്നു. L of 3/4 എന്ത് വരും? അങ്ങനെ ചെയ്യുമ്പോൾ 3/4 തന്നെ വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ 3/4 is greater than 1/4, ശരിയല്ലേ? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, അതായത് ഒന്നും കൂടെ ഞാൻ പറയാണ്, ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും വലുത് വരണം. അത് പിയുടെ ഏത് വാല്യൂവിനാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഫസ്റ്റ് കേസിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ 3/4 ആണ് വലുത്. അവിടെ പി എത്രയായിരുന്നു? 1/4. സോ 1/4 ആണ് ഇവിടുത്തെ MLE. ഇവിടെ 3/4 greater than 1/4. ആ 3/4 പിയുടെ ഏത് വാല്യൂവിനാണ്? 3/4 തന്നെയാണ്. സോ ഇവിടെ MLE 3/4 ആണ്. ഇപ്പൊ മനസ്സിലായോ സംഭവം? അതായത് മാക്സിമം ലൈക്ലിഹുഡിന്റെ വാല്യൂ മാത്രം നോക്കിയാൽ പോരാ, അത് വലുത് കിട്ടുന്നത് പാരാമീറ്ററിന്റെ ഏത് വാല്യൂവിനാണോ അതാണ് MLE. അപ്പൊ നമുക്ക് ഇവിടെ MLE വരേണ്ടത് 1/4 3/4 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഓപ്ഷൻ എ എടുക്കാം. 2x plus 1/4. എക്സിന് 0 കൊടുത്തേ, എന്ത് വരും? 2 into 0 plus 1/4, 1/4. അപ്പൊ എക്സിന് 0 കൊടുത്തപ്പോ MLE എന്ത് വരണമായിരുന്നു? 1/4 വരണമായിരുന്നു, അത് വന്നു. അടുത്ത എക്സിന് 1 കൊടുത്തേ, 2 plus 1/4, 3/4. അതായത് എക്സിന് 1 കൊടുത്ത MLE 3/4 വരണമായിരുന്നു, അത് വന്നു. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ബാക്കി നിങ്ങൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്തോ, മാച്ചിങ് ആയിട്ട് വരില്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ഓർത്താൽ മതി, ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം കിട്ടണം. അത് പാരാമീറ്ററിന്റെ ഏത് വാല്യൂവിനാണെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ മാച്ചിങ് ആവണം, അത്രയും മാത്രം ആലോചിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നെറ്റിനൊക്കെ. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ഒക്കെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7th question. Let x be a random variable with f of x 1/theta. തീറ്റയുടെ UMVUE ആണ് വേണ്ടത്. അത് സിമ്പിൾ അല്ലേ?
ഇത് ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല. f of x 1 by theta. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x എന്താ? തീറ്റ ബൈ 2. അപ്പൊ നമുക്ക് വേണ്ട എന്താ? തീറ്റയുടെ UMUE ആണ്. അപ്പം ആദ്യം അത് അൺബാസ്ഡ് ആണെന്ന് ഉറപ്പാക്കണം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ക്രോസ് ചെയ്താൽ പോരെ, 2x equal to തീറ്റ. അപ്പൊ 2x ആണ് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ഫോർച്ചുനേറ്റ്ലി അത് തന്നെയാണ് UMUE. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അല്ലാതെ തന്നെ നമ്മൾ UMUE ഒത്തിരി സോൾവ് ചെയ്തിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ്. ഇങ്ങനെ പ്രോബ്ലം എടുത്ത് ചെയ്ത് കാണിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ UMUE ഒക്കെ ഇങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന വേണമെങ്കിൽ ഇതിന്റെ ഒക്കെ തന്നെ ഞാൻ ചെയ്തു തരാം. നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ. So now the last question, but it is very important. Let T1 be the most efficient estimator of theta and T is another estimator whose efficiency is E. Then the correlation between T and T1 is. അതായത് E എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന എന്താ? വേരിയൻസ് ഓഫ് T1 by വേരിയൻസ് ഓഫ് T. ശരിയല്ലേ? T1 മോസ്റ്റ് എഫിഷ്യന്റ് ആണ്, അതായത് T1-നാണ് വേരിയൻസ് കുറവ്. T വേറൊരു എസ്റ്റിമേറ്റർ ആണ്, അവരുടെ എഫിഷ്യൻസി E ആണ്. അപ്പൊ T1 മോസ്റ്റ് എഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് E എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ കോറിലേഷൻ ബിറ്റ്വീൻ T ആൻഡ് T1 ആണ് വേണ്ടത്, അതായത് റോ ഓഫ് T ആൻഡ് T1 ആണ് വേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ. കോവേരിയൻസ് ഓഫ് T, T1 by square root of variance of T1 into variance of T. It's very simple. ഇനി ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ അറിയാവുന്ന എല്ലാ തിയറംസും യൂസ് ചെയ്യേണ്ടത്. ക്രാമറാവു തിയറം ഉണ്ട്, ക്രാമറാവുവിന്റെ ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൊവേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് എപ്പോഴും വേരിയൻസ് ഓഫ് T1 ആയിരിക്കും. അതിനെ ക്രാമറാവു തിയറം എന്നാണ് വിളിക്കുക. അപ്പോ ന്യൂമറേറ്റർ എന്ത് വരും? വേരിയൻസ് ഓഫ് T1 by square root of variance of T1 into square root of variance of T. Just ചുമ്മാ ഒന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് T1 by variance of T. ഇത് റൂട്ട് E അല്ലേ? കാരണം ഈ കിടക്കുന്ന വേരിയൻസ് ഓഫ് T1 by variance of T എന്ന് പറയുന്ന E ആണ്. So this the answer is square root of E. So option A ആണ് ആൻസർ. കണ്ടോ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് എപ്പോഴാണ് വളരെ സിമ്പിൾ ആവുന്നേ? ക്രാമറാവു തിയറം എന്താണെന്ന് അറിഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പൊടി തിയറംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ എഴുതി വെച്ച് ബൈഹാർട്ട് വെക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും സിമ്പിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതെല്ലാം ഭയങ്കര സിമ്പിൾ ആണോ? സിമ്പിൾ ആണ്. എന്നാൽ വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുവോ? ഇല്ല. അപ്പൊ ഇത് UGC നെറ്റിനും സെറ്റിനും ഒക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ആ ഡൗട്ട് ഉള്ളത് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോർഷൻ ഇന്നത് ഒന്നുകൂടി പറയാമോ, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമോ? ചെയ്യാം, ഒബ്വിയസ്ലി ചെയ്യാം. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യാം. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട്. താങ്ക് യു.